വൃദ്ധരായി കഴിഞ്ഞാൽ പല മാതാപിതാക്കളും മക്കൾക്ക് ബാധ്യതയാവും. മാതാപിതാക്കളെ വർഷത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ ചില മക്കൾക്ക് സമയവും ഉണ്ടാവില്ല. എപ്പോഴും ജോലി തിരക്കിന്റെ കാരണം പറഞ്ഞ് മാതാപിതാക്കളെ കാണുന്നവർ ഒഴിവാക്കും. അത്തരത്തിൽ തന്നെ കാണാൻ വരാത്ത, തന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാത്ത മക്കൾക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ളൊരു വൃദ്ധ. ഷാങ്ഹായ് സ്വദേശിയായ ലീ യു എന്നു പേരുള്ള വൃദ്ധ തന്റെ പേരിലുള്ള $2.8 മില്യൺ, ഏകദേശം 23 കോടി ഇന്ത്യൻ രൂപയുടെ സ്വത്ത് തന്റെ വളർത്തുമൃഗങ്ങൾക്ക്, അതായത് നായകൾക്കും പൂച്ചകൾക്കും എഴുതി വെച്ച് മക്കൾക്ക് നല്ലൊരു പണി കൊടുത്തു. കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അവർ അസുഖം വന്ന് കിടപ്പിലായിട്ടും ആരും തിരിഞ്ഞു നോക്കാതിരുന്നതിനാലാണ് തന്റെ പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന തനിക്ക് കൂട്ടിനുള്ളത് വളർത്തുമൃഗങ്ങളാണെന്നും അവരാണ് തന്നെ സ്നേഹിക്കുന്നതെന്നും ആ വൃദ്ധ പറയുന്നു. മൃഗങ്ങളുടെ പേരിൽ വസ്തുവകകൾ എഴുതി വയ്ക്കാൻ ചൈനയിൽ നിയമപരമായ പരിമിതികൾ ഉള്ളതിനാൽ ഒരു പ്രാദേശിക വെറ്റിനറി ക്ലിനിക്കിലാണ് ഇപ്പോൾ സ്വത്തുക്കളുള്ളത്. ഇവരുടെ കാലശേഷം ഈ ക്ലിനിക്ക് വഴി വളർത്തുമൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ മേൽനോട്ടക്കാരനായി നിയമിച്ചിട്ടുണ്ട്. സമ്പാദ്യമെല്ലാം വെറ്റിനറി ക്ലിനിക്കിനെ ഏൽപ്പിക്കുന്നത് അപകടമാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും മക്കൾ സമീപനം മാറ്റിയാൽ വിൽപത്രം മാറ്റി എഴുതുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു.